ഹായ് ഗൈസ്, നമ്മൾ പുറത്തൊന്ന് ചുമ്മാ ചില്ല് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പഞ്ചാബിലുള്ളത്. നമ്മൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അവിടെ എത്താനായിട്ട്. നമ്മൾ ആ ക്രോസ് കഴിഞ്ഞു ഇതൊന്ന് ക്രോസ് ചെയ്യണം. നമ്മുടെ കൂടെ വന്ന ഒരാൾ വണ്ടി വെക്കാൻ പോയിട്ടുണ്ട്. ആളെ ഇതുവരെ കാണാനില്ല. ആളെ കണ്ടിട്ടിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നു. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മാളാണ്. നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണം. എന്തോ വേണ്ട ഡയമണ്ട് നെക്ലസ് വെച്ചാൽ എല്ലാ കടന്ന് ഓരോ ഡ്രസ്സ് വെച്ചെടുക്കും. ആകുമ്പോൾ ലാഭമാണ്. എൻ്റെ ബഡ്ജറ്റ് 1 കോടിയാണ്. അതിൽ കൂടുതൽ പറ്റില്ല. It was at this moment that he knew he fucked up. അയ്യോ എൻ്റെ ഫണ്ട് പോയാലോ. മിനീസോയിൽ കയറാൻ കഴിച്ചു. മിനീസോ കാണുന്നില്ലല്ലോ. അതിലേക്ക് പോവാണ്. DIYയിലേക്ക്. ഇതിങ്ങനെ ഹൗസ് ഹോൾഡ് തിങ്സ് എല്ലാം A to Z എല്ലാം ഉണ്ട്. കുറച്ച് പച്ചക്കറി വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. ശക്തി എന്റെ ഉള്ളിൽ ഉറങ്ങുമായ ശക്തി കൂടി വാ. ഇതാണ് പാതാളക്കരൽ. പഠിക്കാത്തുള്ള കോറി വെച്ച കേറ വീഴണം. ശരി, എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബഡ്ജറ്റ് നമ്മളൊന്നും അനുവദിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മാത്രമല്ല നമ്മുടെ കൂടുള്ള ഒരാൾക്ക് നാളെ എക്സാം ഉണ്ട്. സോ പേടിച്ചു പോയി. നമുക്ക് അപ്പം എക്സാം ഉള്ളതുകൊണ്ട് അല്ല നമുക്കല്ല അവൾക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ട് അവളിങ്ങനെ പോണം ധൃതി വെക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ. എന്തായാലും വന്നാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് DIY. കൊള്ളാം. ഇവിടെ എല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ്. പക്ഷെ എൻ്റെ ബഡ്ജറ്റ് പറ്റാത്തതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ആർക്കും ഒന്നും പറ്റാത്തതുകൊണ്ട് നമ്മളൊന്ന് വാങ്ങിയില്ലാന്ന്. നമ്മളൊരു ദിവസം ഇവിടെ വരും. വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ദിവസം വാങ്ങും. പോയിട്ട്
KFC കേട്ടപ്പോൾ അവിടെ ഒരു ചിരി വരുന്നത് കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ഞാൻ കോക്ക് കുടിച്ച് വല്ലാണ്ടായി. അത് ദഹിക്കാനായിട്ട് നമുക്കൊരു KFC കാണാം. ആരോ വെച്ചിട്ട് പോയ കോക്കിന്റെ കഥയാണ് അവനാ പറഞ്ഞു തീർത്തത്. KFC എന്നൊക്കെ പറയുന്നത് KFC ആകാനും ഒന്നുമില്ല ഗൈസ്. KFC ആകുമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ഇങ്ങനെ വന്ന് മാളിലൊക്കെ പോകുന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണ. ഇതിന് മുമ്പ് വന്നിട്ടുള്ള 2 years ബാക്ക്. കൊള്ളാം, നല്ല രസമുണ്ട് ഇവിടെ രാത്രിയൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ ഭയങ്കര ആള് കാണുന്നുണ്ടോ? നല്ല രസമില്ലേ കാണാൻ? എൻ്റെ ഫസ്റ്റ് വ്ലോഗിങ് ആണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. ക്യാമറയൊക്കെ തിരിഞ്ഞാലും പറഞ്ഞാലും നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എല്ലാവരും എന്നെ തിരിഞ്ഞു പോകുന്നു. ഞാൻ ഫോണിൽ എന്തോ പ്രത്യേകതരമായി പറഞ്ഞു. പക്ഷെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കും. നമ്മൾ പഠിക്കേണ്ട ആളെ പോയി റൂമിൽ വിട്ടിട്ട് നമ്മൾ TFC വാങ്ങാൻ പോവാ. തെലുങ്കാന ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ പോവാണ് ഗൈസ്. തെലുങ്കാന ഫ്രൈഡ് ചിക്കൻ റൂമിൽ പോയിട്ട് കഴിക്കുന്നത് കാണിച്ചു. തലവേദന എടുക്കുന്നു. നമുക്ക് നാളെ എക്സാം ഒക്കെ ആയിട്ട് പഠിക്കാൻ നമ്മൾ സമയം കൊടുത്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. വിശക്കുന്നുണ്ടോ? ഹലോ, നമ്മൾ TFC വാങ്ങിച്ചു തരാം കേട്ടോ. TFC ഭഗവാനെ നേരെ ഭഗവാൻ. എനിക്കിവിടുത്തെ സ്ഥലങ്ങൾ വഴികളൊന്നും അറിയാത്തതുകൊണ്ട് പറയുന്നത് കേൾക്കാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്ക് വ്ളോഗിങ്ങിനെ പറ്റി ABCD അറിഞ്ഞൂടാ. വെറുതെ പുറത്തിറങ്ങിയപ്പോൾ ചുമ്മാ ഫോൺ എടുത്തിരിക്കല്ലേ എന്ന് വിചാരിച്ചു മാത്രമാണ് ചെയ്യുന്നത്. പൈ പറഞ്ഞപ്പോൾ നമുക്ക് പൊത്തണമെന്ന് പറഞ്ഞു. അവള് പൊത്തിച്ചിട്ട് പോകും. നമ്മള് പോയി. ഞാൻ എപ്പോ കയറിയാലും ഇങ്ങനെയാണ് കേസ്. വണ്ടി ഓഫ് ആയി പോകും. അപ്പം വീണ്ടും പറ്റിച്ചു. ആന്ധ്ര ഫ്രൈഡ് ചിക്കൻ അല്ല, അമേരിക്കൻ സ്റ്റൈൽ ഫ്രൈഡ് ചിക്കനാണ്. ഞാൻ നിങ്ങൾക്ക് ആ കടയിൽ കാണിച്ചു തരാം. ചിക്കൻ ഇവിടെ ഞങ്ങൾ ചിക്കൻ സൂപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. 50 രൂപ. നമ്മുടെ സൂപ്പ് അതേ പീസ്. എങ്ങനെയുണ്ടേ? ഇങ്ങനെ മാഗിയുടെ മറ്റേ വെള്ളമല്ലേ, ആ ബ്രോത്തിന് അതൊരു ചിക്കൻ നല്ല ടേസ്റ്റ്. നമ്മളിനി ഇവിടെ നേരെ പോയി നമ്മുടെ അമേരിക്കൻ സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോകും. നമ്മൾ റൂമിലാക്കിയിട്ട് വന്ന ആൾക്ക് ഒരു ലഡുവോ ബർഫിയോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ വിചാരിച്ചു ലഡു ബർഫിയോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. പാവമില്ല, നമ്മളത് നോക്കാൻ വേണ്ടി സ്വീറ്റ് ഷോപ്പിൽ വന്നതാണ്. നമ്മളെടുക്കട്ടെ. നമ്മൾ നമ്മുടെ അമേരിക്കൻ സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടടാ കഴിച്ചിട്ട്? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മലായി ബർഫി, ലഡു ഒക്കെ പൊടിഞ്ഞു പോയി എൻ്റെ കൈ. ബർഫി ഷേപ്പിൽ വേണ്ടേ തിളങ്ങുന്ന ബർഫി. ഗൈസ്, നമ്മൾ അതിൻ്റെ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. ഔട്ടർ എടുക്കാൻ വേണ്ടി ഞാൻ ലൈറ്റായിട്ട് വന്നതാണ്. ഇത് ഞാൻ എടുത്തിടുന്നു. അയ്യോ ഗൈസ്, നമ്മൾ നേരത്തെ എടുത്ത വ്ളോഗിൻ്റെ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. ഔട്ടർ എടുക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അത് ഓർത്തത്.
വീഡിയോ എടുത്ത് എഡിറ്റ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഔട്ടർ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇത് ഇടുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഞാൻ ഇടുമായിരിക്കും. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്